നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയ വേറൊരു വ്യക്തിയുണ്ട്. ചിലപ്പോൾ ഇത് എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല, ചിലപ്പോൾ കുറച്ചു പേർക്ക് അറിയാം. ചില പ്രശ്നം ഷിംജിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അതെ, എന്റെ വായിൽ തങ്കം ചേട്ടൻ വരുന്നുണ്ട്. ഫോളോവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് കിട്ടാൻ ഇതേപോലെ അനുഭവിക്കുന്ന പെൺപിള്ളേർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പുള്ളിയൊക്കെ വന്നൊരു ഒരു വീഡിയോയുടെ മുമ്പിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. പുള്ളി എന്ന് പറഞ്ഞ പ്രശ്നം എന്താ, സൂര്യൻ അസ്തമിക്കുന്നു, പുള്ളിയുടെ കഴപ്പൊതിക്കുന്നു, നടക്കുന്ന കേസതായത്. പോസിറ്റീവ് ആക്കിയ വേറൊരു വ്യക്തിയുണ്ട്. ചിലപ്പോൾ ഇത് എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല, ചിലപ്പോൾ കുറച്ചു പേർക്ക് അറിയാം. കൊച്ചിന്റെ പുള്ളിയുടെ കൊച്ചിന്റെയും ഭാര്യയുടെ ഒക്കെ വീഡിയോ ഒട്ടായി പോയതല്ല. അതായത് ലാലേട്ടൻ പറയുന്നുണ്ട് വോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങളെ വിടാൻ പ്രേക്ഷകർ തയ്യാറല്ല. നമസ്കാരം, ബദാമരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ജിതിൻ. അദ്വൈത്. അനൂപ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഷ്യൽ മീഡിയ. അപ്പൊ എല്ലാവർക്കും അറിയാലോ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളുണ്ട്. അതായത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഇല്ലടാ. അതിന്റെ എന്താ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അങ്ങനെ പറയാം, അതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിന്റെ കുറെ ഇപ്പോ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നമ്മളും ആക്റ്റീവ് ആണ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആക്റ്റീവ് ആണ്, നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവരും ആക്റ്റീവ് ആണ്. അപ്പൊ അതില് നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാ ഇത് നെഗറ്റീവ് സൈഡിലും യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ട്, ജീവൻ വരെ പോയവരുണ്ട്. പിന്നെ അതിന്റെ ഉപയോഗം അതെ ആണ്. ഇപ്പൊ ജഡ്ജി ഒരു കാലഘട്ടം കണ്ണൻ അവന്റെ കാലഘട്ടത്തിൽ അവന്റെ ഒരു ജനറേഷൻ ആണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട്. നിനക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ അതിനൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതിന്റെ ഒരു ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മീഡിയയിൽ ഗുണവും ദോഷമുണ്ട്. അപ്പം കുറെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ എല്ലാരും അവെയർ ആയിരിക്കണം, ഇത് രണ്ട് വശം ഉണ്ടെന്ന് എല്ലാരും മനസ്സിലാക്കിയാൽ മതി. എന്നാലും ഇപ്പൊ പറയല്ലേ, ഇപ്പൊ നമ്മളിപ്പോ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് കാര്യം ഞാൻ നിന്റെ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ഇപ്പൊ ഒരു കുറച്ച് 2-3 വീക്ക് ആയിട്ട് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട്, അതായത് ഉബൈദിന്റെ വീഡിയോ നീ കണ്ടിട്ടില്ലേ? ഉബൈദിന്റെ വീഡിയോ മറ്റേ മൈജി ആയിട്ട് അവർ കൊളാബ് ചെയ്തിട്ട് അവരെ കൊളാബ് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്ന ഒരു ചലഞ്ച് ഇല്ലേ? അപ്പൊ അതിനെ കുറിച്ച് നിനക്ക് എന്തോ അഭിപ്രായം? അപ്പൊ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു അത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് അവർക്ക് കൊണ്ടുവരിക, അതിൽ നിന്ന് ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ചിലപ്പോൾ പുള്ളിക്കാരെ സെലക്ട് ചെയ്താൽ അറിയത്തില്ല, എന്നാലും അത് കിട്ടുന്ന കാണുമ്പോ നമുക്കൊരു ഉള്ളിൽ ഫീൽ വരും, ഒരു സാറ്റിസ്ഫൈഡ്. അതായത് ഇത് ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെങ്കിലും നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കിട്ടുന്ന വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ ഇത്ര ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിൽ നോട്ട് എണ്ണി എടുക്കുക. അപ്പൊ അത് ഇപ്പൊ നീ ഇപ്പൊ ഇത് കാണുമ്പോ നിനക്ക് എന്തോ അതിന്ന് ഫീൽ ചെയ്യുന്നത്? എനിക്ക് നല്ല കാര്യമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഇപ്പം ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ ചെയ്യട്ടെ, പാവങ്ങളെ സഹായിക്കട്ടെ, അങ്ങനെയൊക്കെ പറയാം, ചാരിറ്റി പോലെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കൂടുതൽ നമ്മള് ബാക്കി ആരും അറിയിക്കാതെ. പക്ഷെ അതിനകത്ത് വേറെ കാര്യമുണ്ടോ? നമ്മുടെ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല. അതിനകത്ത് ഇത് കേസ് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇവർക്ക് ഫോളോവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് കിട്ടുമ്പോഴായിരിക്കും അതിനായിട്ടുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നത്. ആ റവന്യൂവിനകത്ത് നിന്നാണ് അവരൊരു പങ്ക് കൊടുക്കുന്നത്. അതായിരിക്കും അവരുടെ ഒരു ഇപ്പൊ കൊളാബ് ചെയ്യുന്ന മൈജിയാണ്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ഇതിന് മുമ്പ് വലിയ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ വലിയ ആക്ടേഴ്സിനെ വെച്ചിട്ട് കിട്ടാത്ത തന്നെ ഉപേദായിട്ട് കൊളാബ് ചെയ്തപ്പോ ഇത്ര ലക്ഷം ഫോളോവേഴ്സ് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ അവർക്ക് ഉണ്ടായി. ചിലപ്പോ അത് പ്ലാനറ്റായി ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് ഫോളോ ചെയ്ത് ചുമ്മാ എങ്കിലും ഫോളോ ചെയ്ത് വെക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പൊ അവർക്ക് അത്രയും ഫോളോവേഴ്സ് കിട്ടുമ്പോഴത്തേക്കിനും അവർക്ക് അത്രയും റവന്യൂ കിട്ടും. അതൊരു പ്രതീക്ഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട് കൊട്ടാരക്കര, കൊല്ലം ജില്ലയില് ഇപ്പൊ പുള്ളിക്കാരൻ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോ നമ്മളെ അല്ല എന്നാലും പൈസക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന കുറെ പേര് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമുക്ക് അറിയുന്നവര് കാണാം, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത റാൻഡം പീപ്പിൾസ് കാണാം. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സഹായമായിട്ട് പുള്ളിക്കാരെ വരണം, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരണം, കൊട്ടാരക്കര പുള്ളിക്കാരെ വീഡിയോ എന്തെങ്കിലും കാണുവാണെങ്കിൽ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കൊട്ടാരക്കര വരിക, അല്ലെങ്കിൽ കൊല്ലത്ത് വരിക. നമ്മുടെ നാട്ടിലെ കുറെ പാവപ്പെട്ടവരുണ്ട്, നമുക്കറിയാത്തവരും അറിയപ്പെടുന്നവരും കുറെ പേരുണ്ട്, അവരെ കൂടെ സഹായിക്കുക അവരാഗ്രഹമുണ്ട്. നീ പറഞ്ഞ കണക്ക് ഇപ്പൊ ഇതിപ്പം സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് പറയുന്നു. പക്ഷെ വേറൊരു കേസുണ്ട്, ഇങ്ങനെ ഒരു കാര്യം 10 പേര് കണ്ടാലാണ് അവർക്ക് എന്തെങ്കിലും തോന്നും, ആരെങ്കിലും സഹായിക്കാൻ ഒരു പോസിറ്റീവായിട്ട് അവർ ചെയ്യത്തുള്ളൂ. അല്ല ഇവൻ പറഞ്ഞാൽ ഇവന് കുറ്റം പറഞ്ഞാൽ ഇതില് നെഗറ്റീവ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ചാരിറ്റി പേരില് പറ്റിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതാണ് പ്രശ്നം. ചാരിറ്റി പിന്നെ ഇതിപ്പോ ഒരു ചാരിറ്റി ആയിട്ടല്ല, ഒരു എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ചലഞ്ച് പോലെ എനിക്ക് ഫീൽ ചെയ്യണം. കാരണം മൈജിയായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ചലഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇനിഷ്യേറ്റീവ് ആണ്. പിന്നെ
ഒരുപാട് പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. പോകെ ഒരു ടൈമിൽ നമുക്ക് പറ്റട്ടെ, അതെ ഇല്ലേ? അല്ലടാ, ഒരു സമയം നമുക്ക് പറ്റട്ടെ. നമ്മള് നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മളിത് കണ്ടിട്ട് ആഗ്രഹിച്ചു തുടങ്ങി. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 10-500 ഒരാൾക്ക് നമ്മൾ സഹായിക്കുമെങ്കിൽ പോട്ടെ. ഒരാളുടെ വിശപ്പ് മാറ്റാൻ പറ്റിയ വലിയ കാര്യമല്ലേ? പിന്നെ ഉറപ്പായിട്ട്. നമുക്കിപ്പോ നമ്മുടെ ഒരു വിജയം അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവുകയാണെങ്കിൽ അത് ഒരിക്കലും ആദ്യത്തെ ഏണിങ്സ് ഒരിക്കലും നമ്മളായിട്ട് യൂസ് ചെയ്തില്ല. അത് നമ്മളെത്ര ആക്കി അവർക്ക് എന്തേലും ഒന്ന് ചെയ്യണം. ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ അതൊരു പുതിയ കാര്യമല്ല, എല്ലാവർക്കും തോന്നുന്നൊരു നോർമൽ ചിന്തയായിരിക്കുമല്ലോ, അതിപ്പം ഉണ്ടാവും. അതുതന്നെ ഉബൈദ് ബ്രോ, കാരണം നമുക്കിപ്പം നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒത്തിരി പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പക്ഷെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് പറയുമ്പോൾ റീസെന്റ് പറഞ്ഞാൽ അതെ ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ ഇടയ്ക്ക് നടന്ന പ്രൈവറ്റ് ബസ്സിലെ പ്രശ്നം, ഷിംജിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, എന്റെ വായിൽ തങ്കം ചേട്ടൻ വരുന്നുണ്ട്, പിന്നെ അവള് കാരണം പോയതൊരു ജീവനാ, ഒരു കുടുംബത്തിന്റെ മെയിൻ ഒരു ഇൻകമാണ് പോയത്. അല്ല പുള്ളിക്കാരിയെ, അതായത് എല്ലാരും മറ്റേ ഈ ഇടയ്ക്ക് ഈ ഷിംജിതയുടെ പുള്ളിക്കാരുടെ പേര് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ബാക്കി പ്രശ്നം അല്ലല്ല, ആ പ്രശ്നം വരുന്നേക്കാൾ വരട്ടെ, അത് ബാക്കി ഈ ഷിംജിത അല്ല പുള്ളിക്കാരുടെ അവൾക്ക് മുന്നേ മരിച്ച ആളാ കുഴപ്പമില്ല. നമുക്ക് ആ ഒരു പാമ്പിടിച്ചോന്റെ മനസ്സും മുഖം നമ്മുടെ ഓർമ്മയിലുണ്ട്. അല്ല ഇതിന് മുമ്പേ ഇപ്പൊ ഈ ഷിംജിയുടെ കാര്യം പറയുമ്പോ ഇതിന് മുമ്പ് ഇതേപോലെ ഒരു സെയിം ഇൻസിഡന്റ് ഇതിന് തൊട്ടും ഒരു ഇൻസിഡന്റ് നടന്നു 1-2 ആഴ്ച മുമ്പ്. KSRTC ബസ്സിലെ മറ്റേ പുള്ളിക്കാരി ഇതേപോലെ വീഡിയോ ചെയ്തു. അത് ഒരുമാതിരി ഒരു നെഗറ്റീവും പോസിറ്റീവും രണ്ട് രീതിയിൽ ആ വീഡിയോ പോയത്. അവരകത്ത് ഇൻസിഡന്റ് ആയിട്ടുള്ള ആ പാമ്പിടിച്ചാൽ ഇതൊന്നും കാണാത്തതുകൊണ്ട് പുള്ളിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു മറ്റേ ഷിംജിതയെ നമ്മളൊക്കെ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഒരു അല്ല ജിത്തു, ഇപ്പൊ നമ്മളൊരു പോഡ്കാസ്റ്റ് തുടങ്ങി, ഞാൻ പറഞ്ഞത് ഞാൻ കാർത്തി സൂര്യയുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ ഈഗിൾ ഗെയിമിങ്ങിന്റെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയി. അതേപോലെയാണ് പുള്ളിക്കാരി മറ്റേ അപ്സയുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത്. പക്ഷെ അത് പോയി. അതിനിപ്പോ പുള്ളിക്കാരി എന്താഗ്രഹിച്ച നമുക്കറിയത്തില്ല. അത് ഇതെല്ലാം മിസ്യൂസ് ചെയ്യുന്നേ. ഇപ്പം ഇതേപോലെ അനുഭവിക്കുന്ന പെൺപിള്ളേർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഇവിടുന്ന് കൊല്ലത്തിൽ ബസ്സിൽ വന്ന് കയറി സുഖം നടക്കത്തില്ലായിരുന്നു, അടി കൊണ്ട് ഊപ്പാട് വന്നേ. അത് അവിടെ ആയതുകൊണ്ട് അവള് വിളഞ്ഞു പോയി. അല്ല പോട്ടെന്നല്ല, അത് ഇപ്പൊ പറ്റിപ്പോ ഇനിയിപ്പോ ആ പോയ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അതിപ്പോ ഓക്കെ, പുള്ളിക്കാരന് ഞാൻ ഇപ്പൊ നമ്മൾ 4 പേരും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേര് അത് മനസ്സിൽ നമ്മൾ ആ ഒരു വിഷമം ഉണ്ട് ഇല്ലെന്നല്ല. നാളെ നമുക്കും ഈ ഒരു അനുഭവം വരാം. നമ്മളും ബസ്സിൽ പോയി യാത്ര ചെയ്യുന്നവരാ. ഇപ്പൊ എത്ര നല്ല കണ്ടന്റ് ചെയ്തിട്ട് വൈറലായ ടീംസാ. ഐ മീൻ ഈ ഇപ്പൊ പ്രകമ്പനത്തിനകത്ത് അമീൻ, വാഴ 2-ലെ ആഷിർ, അങ്ങനെ കുറെ പേര് ഈ സോഷ്യൽ മീഡിയയിലെ കുറെ വീഡിയോ ചെയ്തിട്ട് അവര് വൈറലായിട്ടില്ലേ? അല്ലെ, അവരുടെ ഒരു കരിയറെ അങ്ങ് മാറി. പിന്നെ അവരുടെ കരിയറെ മാറി. ഇപ്പൊ അതെ, കഴിവില്ലെന്നല്ല, കഴിവ് വേണം. അല്ല കഴിവില്ലാതെ ഒരു പരിപാടി ചെയ്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഇവര് ഇതിനകത്ത് സോഷ്യൽ മീഡിയ കൊണ്ടും നെഗറ്റീവ് മാത്രമല്ല, കഴിവില്ലാതെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കഴിവുകാരെന്ന് പറയും. അതെ കഴിവ് കുറച്ച് കൂടി വന്നവര്, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് പറയാം. പക്ഷെ അത് കാണാൻ ആളുണ്ട്, അത് കാണാനും ആൾക്കാരുണ്ട്. ഈ ഒന്ന് വെച്ചാൽ നല്ലത് ചെയ്ത് രക്ഷപ്പെടുന്നവര് കുറവാ എന്റെ ഒരു അഭിപ്രായത്തിൽ. അല്ലെ ഞാൻ കണ്ടതിൽ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായി മാറി. കുറവാന്നല്ല, സമയം എടുക്കും. അതെ ശരി, അത് ശരി. അങ്ങനെ മറ്റേതിനെക്കാട്ടി കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് റീച്ച് ആവും. അതെ ശരിയാ. കാരണം അത് ഇവര് സമയം എടുത്ത് നമ്മൾ ആ കമന്റ് ബോക്സ് നോക്കി തന്നെ തെറിവിളിയാ കൂടുതലും. പക്ഷെ അതും അവർക്കൊരു പോസിറ്റീവായിട്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാരോട് ചീത്ത വിളിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആളുടെ കാര്യമാണെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. റീച്ച് കണ്ടുപിടിക്കുന്ന അല്ല, ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആളുടെ കാര്യമാണെങ്കിൽ പുള്ളിക്ക് ഇത് പൊളിറ്റിക്കലി അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. പുള്ളി എന്തോ പറയുന്നു, അത്രേ ഉള്ളൂ. ഏതാ മറ്റേ അലൻ ജോസ് പെരേരയും അയ്യോ ഒരുപാട്. അതെ പുള്ളിയൊക്കെ വന്നൊരു ഒരു വീഡിയോയുടെ മുമ്പിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്നേ. അയ്യോ അത്രയും വിവരം. കേസ് ഞാൻ പറയാം, പുള്ളിക്ക് രാവിലെയൊക്കെ പുള്ളിക്ക് ഓക്കെയാ. പുള്ളി എന്ന് പറഞ്ഞ പ്രശ്നം എന്താ, സൂര്യൻ അസ്തമിക്കുന്നു, പുള്ളിയുടെ കഴപ്പുദിക്കുന്നു, നടക്കുന്ന കേസ് അതായത്. അതെ സൂര്യൻ അസ്തമിക്കുന്നു, കഴപ്പുദിക്കുന്നു.
അത് ശരിയാ. രാത്രി ആകുമ്പോ ഇറങ്ങും നിത്യമേനോൻ ശിക്ഷ. അത് പറഞ്ഞല്ലേ അതെ, കിഴക്ക് കഴപ്പും പടിഞ്ഞ ഈ വകതിരും വിദ്യാഭ്യാസം തമ്മിൽ ഇത്രയും സത്യം എന്റെ പുള്ളിയുടെ ക്വാളിറ്റി ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അമ്മയെ നോക്കുന്നുണ്ട് ഈ പ്രായത്തിലും. ആരൊക്കെ അപകടിച്ചിട്ട് പുള്ളി നോക്കുന്നുണ്ട് പുള്ളിയുടെ അമ്മയെ. പക്ഷെ മറ്റേ മഹാൻ അതുമില്ല. അപ്പം ഇടയ്ക്കൊരു വീഡിയോ വന്നായിരുന്നു, അവരുടെ വീഡിയോ ആഡിയോ ഉണ്ടാവുന്ന വീഡിയോ എടുത്ത് പറഞ്ഞുകൂടാ, തന്ത ചീത്ത വിളിച്ചിട്ട് വീഡിയോ എടുത്തിട്ട്. അല്ല, എനിക്ക് ഈ വീഡിയോ ഞാൻ ഒരു കമന്റ് ഉണ്ട്, സോറി അച്ഛാ, അച്ഛനെ ഞാൻ എന്നെ സോറി എന്റെ അച്ഛനെ അയ്യോ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നടക്കുന്ന കാര്യമാണ്. ഇവന്റെ തന്തയ്ക്ക് വിളിക്കാന്ന് വിചാരിച്ച കണ്ടപ്പോ തിരിച്ചങ്ങോട്ട് വിളിക്കാം ചീത്ത. നല്ല സാധാരണ ഇപ്പൊ നമ്മൾ ഒരു മകൻ തെറ്റ് ചെയ്ത അച്ഛനെ ചീത്ത വിളിക്കാം, ഈ തന്തയും കൂടെ ചെയ്തിട്ട് ആരെയും അഴുക ചെറുക്കൻ. പക്ഷെ അത് കാണാൻ ആൾക്കാരുണ്ടോ? അവന്മാർക്ക് ഈ പുഷ് കൊടുക്കുന്ന ആരാന്നറിയാവോ? അല്ലല്ലോ, ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ അല്ല. അറിയാൻ പറ്റും, ഇത് കാണാൻ ആളുണ്ട്, ഇത് കാണാൻ നമ്മൾ ഈ കാണാൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാനാ കംപ്ലീറ്റ്. ചീത്ത വിളിക്കാൻ ആൾക്കാർ വരുന്ന മൊത്തവും അന്നേരം വ്യൂ കൂടുതൽ പൈസ ഇടുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നതാണ് ആ ഒരു ഗ്രൂപ്പ് ആൾക്കാർ. പുള്ളി അഭിലാഷ് എന്നാ പുള്ളിയുടെ പേര്. പുള്ളി നല്ല കഴിവ്, പുള്ളി മിമിക്രിയൊക്കെ ചെയ്യുന്ന കോമഡി ഫെസ്റ്റിവലിലൊക്കെ വന്നതാ. പക്ഷെ പുള്ളി എന്തിന് ഇവരോടാണ് ഇങ്ങനെ പോയിക്കൊന്നും കഴിവ് വെച്ച് പുള്ളിക്ക് ജീവിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് വന്ന് പുള്ളി ഇതിന്റെ ഒരു കോമാളി കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ഉണ്ടാ, ഇപ്പൊ ഈ അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ഈ പറയുന്ന എന്തുവാ ആറാട്ടണ്ണൻ, ഇവരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസ് ഫുള്ള് അവരെ കുറിച്ച് പറയാനേ ഉള്ളൂ. കാരണം അങ്ങനെ കുറെ മതങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാം, അങ്ങനെ കുറെ മതങ്ങൾ. പിന്നെ ഒരു ലോഡ് മതം, എനിക്ക് തോന്നുന്നു ഒരു ലോഡ് മതം. കാരണം ഒരു റിവ്യൂ പരിപാടി എന്നും പറഞ്ഞിട്ടാ ഇവന്മാര് ഇറങ്ങുന്നത് തന്നെ രണ്ടുപേരും. ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന പറയും 2-3 കൊല്ലം മുമ്പ്. അതെ, ഇപ്പൊ റിവ്യൂ ആണോ? ഇപ്പൊ റിവ്യൂ ഞാൻ കാണുന്നില്ല. അതെ, കല്യാണം ഒരു ദിവസം മേടിക്കുന്നുണ്ട്, വണ്ടിക്കൂലി, അവരെ കാറിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവിടും. അതെ, പൈസ എടുത്ത് കാശ് കൊടുത്ത്. അതെ, ഇതൊന്നും അല്ല. എന്നിട്ട് ഇവന്റെ കൂടെ പെണ്ണുകളെ കിട്ടുന്നുള്ളതാ. വൃത്തിക്ക് ജോലിക്ക് പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഏതൊരെണ്ണമുണ്ട്, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരെണ്ണം. കൊല്ല ഏരിയയിൽ അതിപ്പോ ഞാൻ പറയാം, അത് ആ ടോപ്പിക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ചയിൽ കട്ട് ചെയ്ത് പറയേണ്ട ഏറ്റവും ഒരു മോശം ടോപ്പിക് അതായിരിക്കും. നമുക്കതുണ്ട്. ഇപ്പൊ അലൻ ജോസ് പെരേര ഇപ്പൊ അത് ഓക്കെ, ഇപ്പൊ അവരുടെ ആ ഒരു നെഗറ്റീവ് വെച്ച് ഉണ്ട്. എന്നാ എന്താ പറയാ, ഇപ്പൊ അങ്ങനെ നെഗറ്റീവ് ഇപ്പൊ നീ പറഞ്ഞില്ല അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ, ഇവര് നെഗറ്റീവ് നിന്നിട്ട് കയറി വന്നാലാ. എന്നാൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയ വേറൊരു വ്യക്തിയുണ്ട്. ചിലപ്പോ ഇത് എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയത്തില്ല, ചിലപ്പോ കുറച്ചുപേർക്ക് അറിയാം. തൊപ്പി. അതെ, പുള്ളിക്കാരൻ ഭയങ്കര നെഗറ്റീവ്. ഇപ്പോഴും നെഗറ്റീവ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവ് ഇല്ലെന്നല്ല. എന്നാൽ പുള്ളിക്കാരന്റെ കൂടെയുള്ളവരെ പുള്ളിക്കാരൻ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നുണ്ട്. ഫിനാൻഷ്യലി പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റേബിൾ ആക്കി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പൊ ഈ ഇടയ്ക്കല്ല കുറച്ച് ആളുകൊണ്ട് ഇച്ചിരി കഴിവ്, ഇച്ചിരി അതായത് പാട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് അങ്ങനെയല്ല വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്ത്, അതായത് പുള്ളിക്കാരന്റെ സ്ട്രീമിൽ കൂടെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ യൂട്യൂബ് സ്ട്രീം ഏതാണ്ട് ഒരു 30K 30K സ്ട്രീമിംഗ് ഒക്കെ ഒരു വീഡിയോക്ക് വരുന്നുണ്ട്. അവർക്കൊരു പുഷ് കൊടുക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതെ, സോഷ്യൽ മീഡിയയിൽ കൂടെ അതെന്തുകൊണ്ടല്ല പുള്ളിക്കാരൻ, അതായത് ഇപ്പൊ തൊപ്പി നെഗറ്റീവ് യൂസ് ചെയ്ത് ആ നെഗറ്റീവിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി. എനിക്ക് ആ പബ്ലിസിറ്റി എനിക്ക് കിട്ടി, എനിക്ക് അതിലൊരു റീച്ച് കിട്ടി. ആ റീച്ച് കിട്ടിക്കഴിഞ്ഞ ശേഷം ഓക്കെ, ഇനി എനിക്ക് ആ നെഗറ്റീവ് റീച്ച് വേണ്ട. ഇനി ഞാൻ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ആയിട്ടിരിക്കുക. അത് പുള്ളി ഇപ്പൊ ചെയ്യുന്നുണ്ട്, വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് കണ്ടതില് ഞാൻ പറയാം, നെഗറ്റീവിൽ നിന്ന് കയറി വന്നതില് അങ്ങനെ കണ്ടതിലൊരു. പിന്നെ ഈ സോഷ്യൽ മീഡിയ വെച്ച് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരാളുടെ ജീവിതം കുളം തോണ്ടുക നമ്മുടെ ഈഗിളിന്റെ അതെ. ഗെയിമറിന്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. സീരിയസ്ലി ഈഗിളിന്റെ കാര്യം എടുത്ത് കിട്ടേ പറ്റത്തില്ല. കാരണം ഇപ്പൊ പുള്ളിക്കാരൻ ഡിസ്കോഡിലൂടെ ഇപ്പൊ തൊപ്പി ചെയ്യുന്നത് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി സ്ട്രീമിങ് അല്ലെങ്കിൽ ഇപ്പൊ സ്ട്രീമിൽ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിലും പുള്ളിക്കാരന്റെ ഡിസ്കോഡില്
എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാനും നമ്മുടെ പ്രൊഡ്യൂസർ ആകിലും ഞങ്ങള് എറണാകുളം പോയ സമയത്ത് ഞങ്ങൾ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നമ്പർ ഉണ്ടാവും, ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ ആ സമയത്ത് പനി അങ്ങനെ പിടിച്ചത് കാണാൻ പറ്റില്ല. ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ ഡിസ്കോഡിൽ ഇതേപോലെ പലരും ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ അത് റിയാക്ട് ചെയ്ത് അതിനൊരു വ്യൂ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പരിപാടി. അത് പുള്ളി ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ പുള്ളി മാത്രമല്ല, പുള്ളിയുടെ ഡിസ്കോഡിലുള്ളവരെ നമ്മൾ ഇത് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ഇട്ട് കൊടുക്കുക, അതിനകത്ത് അവർ എത്തിക്കുന്ന വെച്ചാൽ പുള്ളിക്ക് ഇപ്പൊ തൊപ്പി കൂട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കും ഉണ്ട് ആ ഒരു സ്ട്രീമിംഗ് ഒരു കപ്പാസിറ്റി. ഇല്ല പണ്ട് കാസ്ട്രോയ്ക്ക് ഒരു 20,000 ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രീമിംഗ് ടൈം ഉള്ള സമയത്ത് ഈഗിളിന് കുറവായിരുന്നു. പിന്നെ ഒരു GTA ഒരു ഗെയിമിംഗ് പോയിന്റ് മാറിയപ്പോഴത്തേക്കും ആ ഒരു വ്യൂ പോയിന്റ് മാറി. ഇപ്പൊ പുള്ളിക്കാരൻ ആ ഒരു എനിക്ക് തോന്നുന്നു 20K 30K പുള്ളിക്കാരന് വ്യൂ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോ ഈഗിളിന്റെ ഇതെല്ലാം ഇപ്പൊ ഇവരെല്ലാരും സ്ട്രീമിംഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നവരാ. പിന്നെ അതാ 27 മണിക്കൂർ അതെ വലിയ കാര്യം തന്നെയാണ്. നല്ലൊരു എമൗണ്ട് ഉണ്ട്. എനിക്ക് നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ 500 ലക്ഷങ്ങൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ചെറിയ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ, ആയിരങ്ങളല്ല ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെന്തായാലും. അപ്പൊ അതാ പറഞ്ഞ ഇപ്പോ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ ഒരു ലൈവ്, ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ്, ഇതൊക്കെ വെച്ചിട്ട് പോസിറ്റീവായിട്ട് ഏൺ ചെയ്ത് ഇപ്പോ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ പോകുന്നവരുണ്ട്. പിന്നെ ഞാൻ പുള്ളിയൊക്കെ ഞാൻ പറയുന്നത് എന്റെ ഫേവറേറ്റ് ഗെയിമറാണ് അല്ലെങ്കിൽ കാസ്ട്രോ ഈഗിള്. പുള്ളിക്കാരനൊക്കെ ഞാൻ നമ്മൾ അങ്ങനെ കാണുന്ന ഒരാളാണ്. പുള്ളി അത് ഏൺ ചെയ്യുക, നമുക്ക് അതേപോലെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ടൈം ഉണ്ടായിരുന്നു. അല്ല ഇപ്പൊ പുള്ളിയുടെ കാര്യം നമ്മൾ പറയുമ്പോ തന്നെ പറയുമ്പോ പുള്ളിയുടെ കാര്യം അതെ നെഗറ്റീവ് ഉദ്ദേശിച്ച നെഗറ്റീവ് എന്നിട്ട് പറയല്ല. പുള്ളിയുടെ കാര്യം തന്നെ പറയുമ്പോ സോഷ്യൽ മീഡിയ തന്നെ വേറൊരു തലമുണ്ട്. അതായത് ഈ AI എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് നാളം കണ്ടാലും ഇപ്പൊ AI ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു വീഡിയോ കാണുമ്പോ ഇപ്പൊ അല്ല ഈ ഇടയ്ക്ക് അപ്പൊ ഈ ഇടയ്ക്ക് പറഞ്ഞ പല വീഡിയോ നമ്മൾ വന്നാലും കാണുമ്പോൾ അതിനകത്ത് AI ഉള്ളതായിട്ടാണ് നമുക്ക് കുറച്ച് മനസ്സിലാവുന്നത്. നമ്മളിപ്പോ അതിനെ കുറിച്ച് ഇപ്പൊ AI കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവായിട്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളിപ്പോ 2 തലങ്ങളില്ലേ. AI നല്ലൊരു ടൂളാണ്. പിന്നെ നല്ലൊരു ടൂളാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമ വേണേ മൊത്തത്തിൽ ചെയ്യാനുണ്ട് കുറഞ്ഞ ബഡ്ജറ്റില്. അതെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ അതെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറങ്ങിയ പ്രോമോയില് മറ്റേ ലേഡീസ് എല്ലാം AI എന്നുള്ളൊരു അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. മെക്കാനിക് ലേഡീസ് അല്ല, അത് ന്യൂസ് ഉണ്ട്. അത് AI ആണെന്നും പറയുന്നത്, എന്നാ ഒറിജിനൽ എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് നമുക്ക് പറയാം. അവരും പറഞ്ഞില്ല, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിന്റെ എന്തൊരു ഭാഗ്യം. അപ്പൊ അത് അങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ അതെ ഭയങ്കര ഇഷ്ടം. അല്ല നമ്മൾ ഈഗിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈഗിളിന്റെ ഈ പ്രശ്നത്തില്, അതായത് പുള്ളിക്കാരന്റെ എന്തോ ഒരു പ്രശ്നത്തില് എനിക്ക് തോന്നുന്നു ഏതൊരു പയ്യൻ, എനിക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു തന്തിലെത്താൻ പുള്ളിക്കാരൻ കൊച്ചിന്റെ പുള്ളിയുടെ കൊച്ചിന്റെയും ഭാര്യയുടെ ഒക്കെ AI വീഡിയോ, പിന്നെ ചേച്ചിയുടെ ദിവ്യ എന്നാണ് കണ്ടു പുള്ളിക്കാരിയുടെ AI വീഡിയോ ഒക്കെ, അതായത് മോശമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്ത് അത് പിന്നെ നമുക്കൊക്കെ വന്ന് നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്തവരായിട്ടും കാര്യമില്ല. ചെന്ന് ട്രാപ്പ് വീഴുന്നവരെണ്ണം കൂടി വരുക. അല്ല ട്രാപ്പ് വീഴുന്ന മാത്രമേ ഇപ്പൊ ഈ ലോൺ എടുക്കുന്നവർക്ക് ഈ പ്രശ്നം വരാറുണ്ട്. ലോൺ അടയ്ക്കാത്തവർക്ക് AI വീഡിയോ ചെയ്ത് അവര് പണിയെടുക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞിപ്പോ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആരും പോയിട്ടത് പറയാൻ പറ്റത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുത്തത് കാരണം ഒരു പേഴ്സണൽ സ്പേസ് ആണത്. പക്ഷേ ഈ ഒരു കേസ് വൃത്തിയായിട്ട് ബോൾഡായിട്ട് തന്നൊരു കേസ് കൊടുത്താൽ പിന്നെ കാര്യങ്ങളേ ഉള്ളൂ. അല്ല പോലെ കൂട്ടാവുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈഗിളിന്റെ കാര്യം പറഞ്ഞു നോക്കി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുള്ളിക്കാരൻ അത് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അവനെ പൂട്ടി അല്ലെങ്കിൽ അവനെ കണ്ടുപിടിച്ചു, അവന്റെ ആ വോയിസ് അടിച്ച് പറ്റിക്കുക. അതായത് അവരെ കൊച്ചിനെ അവരെ കുറിച്ച് അപരാധം പറഞ്ഞ ഒരു തന്ത്രത്തിനവൻ. അതെന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് ഒരാഴ്ച മുമ്പ് ഉണ്ടായപ്പോൾ അവൻ കാണിച്ചിരുന്നത്. അതൊക്കെ തന്തയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, വേറെ എങ്ങനെ അതെന്തോ. ഇപ്പൊ ഇവ പറഞ്ഞു ബോൾഡ്നെസ്സിനെ കുറിച്ചിട്ട് ഭയങ്കര ബോൾഡ്നെസ്, ഇത് അവയർനെസ് ആയിരിക്കണം. പക്ഷെ ഞാൻ അല്ല ബോൾഡ്നെസ്സിനെ കുറിച്ച് പറയാൻ എനിക്ക് വേറെ ആളെ കുറിച്ച് പറയണം. രേണു സുധി. അതെ 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 സോഷ്യൽ മീഡിയയിലെ എനിക്ക് അവരെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ. കാരണം അവർ അത്രയും ബോൾഡായിട്ട് നിന്ന് അത് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് എത്രയൊക്കെ പറയുന്നത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫേമസ് ഷോ ആണ് ബിഗ് ബോസ്. അതില് വന്നിട്ട്
അവരുടെ മാനസികാവസ്ഥ അല്ലെ അവരുടെ ശാരീരികാവസ്ഥ കൊണ്ട് ഇറങ്ങിപ്പോയതാ, ഔട്ടായി പോയതല്ല. അതായത് ലാലേട്ടൻ പറയുന്നുണ്ട് വോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങളെ വിടാൻ പ്രേക്ഷകർ തയ്യാറല്ല. പക്ഷേ പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് പറ്റാത്തൊരവസ്ഥ വന്നപ്പോ പുള്ളിക്കാരി ഇറക്കിട്ടോ. എനിക്ക് തോന്നുന്നു ആ സമയത്തല്ല വോട്ടിംഗ് ഹയസ്റ്റ് ലാസ്റ്റ് ഫിനാലിൽ കാണിച്ചപ്പോ എനിക്ക് തോന്നുന്നു രേണുസുതിയൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ആ ടോപ്പിൽ അടിച്ചിരിക്കുന്ന ഒരു വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്. ആ ഒരു നെഗറ്റീവിനകത്ത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത്രയും ഭയങ്കര നെഗറ്റീവ് പുള്ളിക്കാരിക്ക് അല്ല അവർ ഈ നെഗറ്റീവോടെ അവര് മൈൻഡ് ചെയ്യാറില്ല, തരണം ചെയ്ത് അവർക്ക് ജീവിക്കണം. ജീവിക്കാൻ വേണ്ടിയിട്ട് അന്നും അദ്ദേഹം മരിച്ച സമയത്ത് ഒരുപാട് പേര് സഹായിച്ചില്ല എന്നല്ല, പക്ഷെ എത്ര പേര് അത് കഴിഞ്ഞവരെ സപ്പോർട്ട് ചെയ്യും. ഇവരുടെ വീഡിയോസ് വെച്ച് മുതലാക്കിയവരുണ്ട് ആ സമയത്ത്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലേ, മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ അത് വേണം ഞാൻ പറയാൻ, ചേട്ടന്റെ വിയർപ്പിന്റെ മണം, അതിന്റെ ഒരു സ്പ്രേ എന്തോ ആവട്ടെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം അവർ നോക്കണം. ബിഗ് ബോസിനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരി, എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരാളുടെ കാര്യമാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരൻ, കോട്ടത്തലക്കാരൻ അഖിൽമാരാർ. അതെ സീസൺ 5 അതെ, അണ്ണം പോയിട്ട് അവിടുന്ന് കപ്പം കൊണ്ടാ തിരിച്ചു വരുന്നത്. പുള്ളി നെഗറ്റീവായിട്ട് പോയത് അവിടുന്ന്. പുള്ളിയുടെ ബിസിനസ് അറിയാം. പുള്ളിയാണെങ്കിലേ എനിക്ക് തോന്നുന്നു 60 ദിവസം കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു ഇത് എനിക്കുള്ളതാണ് ഈ കപ്പ്. ഈ ബിഗ് ബോസ് ഇത്ര വർഷം അതിനകത്ത് ഇത്രയും ഒരു കറക്റ്റ് മൈൻഡ് സെറ്റും കാൽക്കുലേറ്റ് കളിച്ചൊരു പ്ലെയർ. പക്ഷെ അല്ല, എനിക്ക് തോന്നുന്നു ആ സീസണിൽ കറക്റ്റ് പ്ലേയേഴ്സിന് എനിക്ക് തോന്നുന്നു അഖിൽമാരാർ ഓക്കെ, അല്ലാതൊരു പ്ലേയേഴ്സിനെ ആരും കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്ത് വോട്ട് ചെയ്ത് പുള്ളി ആരും വോട്ട് ചെയ്ത് ഒപ്പോണന്റ് അതിലില്ലായിരുന്നു. നീ പറഞ്ഞു വെച്ചാ പുള്ളി നെഗറ്റീവില്ല. അതെ, പുള്ളിയും ബോൾഡ്നെസ് കൊണ്ടും ധൈര്യം കൊണ്ടും കയറിയെടുത്തത്. അതെ, അല്ല അത് പല ആശയങ്ങളും നമുക്ക് എനിക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് ആ സമയത്ത് ചെയ്ത കാര്യം അത് നല്ലൊരു ഹീറോയിസം തന്നെയാണ്. അതെ അതെ, പക്ഷെ അത് കഴിഞ്ഞ് പേഴ്സണൽ ആയിട്ടുള്ള പുള്ളിയുടെ മാറ്റങ്ങളും സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങളും ഒന്നും പലതും നമ്മൾ ഇഷ്ടം പറയുന്നില്ല. ഇപ്പൊ മറ്റേ ഞാൻ കുറച്ച് മാസമായിട്ട് പിടിക്കാം. മറ്റേ നമ്മുടെ വിജയണ്ണൻ ജനതായ പറയുന്ന പോലെ അല്ല പറയത്തില്ലേ, പുള്ളിക്കാരി ഇപ്പൊ വേറെ ഒരു പാത നോക്കി പോവുകയാണ്. വിജയണ്ണ ഒരു പാത നോക്കി പോവുകയാണ്. അപ്പൊ ആ പാത നോക്കി ഇപ്പൊ പുള്ളിക്കാരന്റെ ഒരു കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ സംസാരിക്കും. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ നമ്മളിപ്പോ അതായത് വീഡിയോസിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ്. പക്ഷെ വേറൊരു അപരാധമുണ്ട്, എന്താ പറയാവോ, ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കൊല്ലുന്ന പരിപാടി അറിയാം. പുള്ളി തന്നെ കമന്റ് ഇട്ട്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ടേ. സലിംകുമാറിനെ തൊട്ടം വന്നേക്കുന്നു. അയ്യോ, അതൊരു ഭയങ്കര പരിപാടി. ആരാണ് ഒരു ചൊരപ്പില്ലാതെ ഇരിക്കുന്നത് ഇതിനു വേണ്ടിട്ട്? ഇവനൊക്കെ അടിക്കുന്ന സാധനം ഇത്. സന്തോഷം കിട്ടുന്നത് ഈ പോസ്റ്റിംഗ് ഷെയർ ചെയ്തു. അതായത് ഇത് മുഖം കാണുന്നില്ലല്ലോ. അല്ലല്ല, എന്റെ ചാനൽ എക്സ്ക്ലൂസീവ് ഇതാണ് ഹൈലൈറ്റ്. എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ന്യൂസ് എന്റെ ചാനലാണ് വന്നത്. അപ്പോഴത്തേന് 10,000-40,000 പേരും കാണുക. വേണുഗോപാലൻ നമ്മളിപ്പോ അതായത് നുണക്കഥകള് പ്രചരണം ഉണ്ടല്ലോ, അതിന്റെ ഇപ്പൊ നമ്മളത് കൊറേ കേട്ടത്. ഈ മരണം മാത്രമല്ല, ഇന്നതുപോലെ അവൻ മറ്റടുത്തിരുന്ന് അവിടെ ഇരുന്ന് പ്രവചിച്ചു, ഇതിന്റെ ഇടയ്ക്കൂടെ മറ്റേ രണ്ട് സാധനം വന്ന് കാലിലട കയറുന്നുള്ള പറഞ്ഞുകൊണ്ട് കുറെയുള്ള പ്രവചനം. ഇഷ്ടം പോലെ പ്രവചനങ്ങൾ ഇഷ്ടം പോലെ വന്നോണ്ടിരുന്നേ. ഇത് കണ്ടോ, മറ്റേ പണ്ടുകൂടെയുള്ള ഒരു മറ്റേ എന്തുവാ ഫ്രൂട്ടി കമ്പനി ജോലി ചെയ്തതിന്റെ രക്തം കലർത്തി വിട്ടെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഒരു ഇപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞ മറ്റേ എന്തോ ഒരു സൂര്യരശ്മി വരുന്നുണ്ട്, ഫോൺ ഓഫ് ചെയ്ത് നോക്കണം പറഞ്ഞു. മറ്റേ എനിക്കിപ്പോ ഇത് പറഞ്ഞ പോലെ അത് ഓർമ്മ വന്നത്, മറ്റേ നമ്മുടെ ആട് ട്യൂനകത്ത് 5,000 രൂപയ്ക്ക് ഒരു മറ്റേ മായാവിയുടെ കുന്ത കിട്ടും അരി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. ഇത് ഇത്ര പേർ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുഃഖവാർത്ത വരും. അയ്യോ, അത് വാട്സാപ്പിലുണ്ട്. ഇത് തന്നെ കുറെ അമ്മാവന്മാര് ഇത് തന്നെ പരിപാടി. ഇപ്പൊ ഇവനിത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറയപ്പോ ഈ നെഗറ്റീവിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഒരു എനിക്കതില് ഇപ്പോഴും അതിൽ എന്ത് മാസമാണ് അവർ കാണുന്നത് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് 10-16 വയസ്സുള്ള പിള്ളേര് മറ്റേ അതായത് അവന്മാരുടെ കൂടെ പഠിച്ചവന്മാരെ അവിടെ തട്ടി ഇവിടെ തട്ടി എന്ന് പറഞ്ഞ് ഇരിക്കുമല്ലോ, എന്നിട്ട് അത് റീലാക്കി ഇടുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡിൽ കിടന്ന് അടിയുണ്ടോ മുട്ടിന്, അതായത് നമ്മുടെ മുട്ടിന് താഴെയുള്ള നീളമുള്ളവർ അല്ലെങ്കിൽ കൊച്ചു പയ്യന്മാര് ഒന്ന് ആലോചിച്ച് അങ്ങനെയുള്ളവന്മാര്
ഈ ഇടയ്ക്ക് മറ്റേ കുറെ തമിഴ് പയ്യന്മാര് മറ്റേ അവന്മാര് ഒരു നോർത്ത് ഇന്ത്യൻകാരനെ കണ്ട് വെട്ടിയ ഒരു സീൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ വെച്ച്. ഇപ്പൊ ലാസ്റ്റ് കേരളത്തിൽ വന്ന ഒരു കണ്ണാടി വെച്ച പയ്യൻ ഒരു ചെറുക്കനെ എടുത്തിട്ട് അടിച്ചു. പിന്നെ എനിക്ക് ഇതൊക്കെ കാണാൻ പെട്ടെന്ന് മണിയെ ഓർമ്മ, ഇച്ചിരി കനമുള്ള കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടി. എനിക്ക് പെട്ടെന്ന് മണിയെ ഓർമ്മ വരും. മണിയൊക്കെ ആ ഒരു കാറ്റഗറി പെടും. മാസ്കർ ബാപ്പ് അടി ഉണ്ടാക്കിയ വീഡിയോ ഇടുക, ബിച്ചു, അതെ ഇവരൊക്കെ അതാ സ്റ്റാൻഡിൽ കിടന്ന് അടിയുണ്ടാക്കും. നമ്മുടെ കണ്ണി കാണുമ്പോൾ എന്തോ ഒരു കൂട്ടം പട്ടികൾ വന്ന് കിടന്ന് കുരയ്ക്കുന്നു, അത്രേ ഉള്ളത്. അയ്യോ എന്തൊരു ഭയങ്കര പരിപാടിയാണ്. വെറുതെ എടാ വാക്കില്ല ഒരു അടി എല്ലായിടത്തും കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തോ ഇതൊക്കെ ഭയങ്കര മാസാന്നേ. അല്ലെ നമ്മള് പണ്ട് അല്ല നമ്മളടാ അടി ഞാൻ പറയും ഇപ്പൊ സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ തമ്മിൽ അടി ഉണ്ടാവും. സ്കൂളിൽ നമ്മളും പഠിക്കുന്ന നമ്മളും ഉണ്ടായിട്ടുണ്ട്. ഈ ചേച്ചി അടി വഴക്കൊക്കെ അതുകൊണ്ട് ആ സമയത്തുണ്ട്. പക്ഷെ ഇത് റീൽസ് ആക്കി ഇട്ട് അത് മാസാക്കുന്നതിലോടെ എനിക്ക് തീർപ്പ്. ഇപ്പൊ അവര് അടി ഉണ്ടാകുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, എന്നാലും ഉണ്ടാവും ഇല്ലെന്നല്ല, അത് തെറ്റാ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വരും, എന്തായാലും വരും, കോളേജ് ലൈഫ് ആയാലും എല്ലാം വരും. പക്ഷെ ഇത് വലിയ റീൽസ് ആക്കിയിട്ട് നാളെ കാണാടാ ബെല്ലാരിയുടെ മക്കള് ഞങ്ങളാടാ അല്ലെങ്കിൽ മറ്റേ മക്കള് ഞങ്ങളാന്നുള്ള ഡയലോഗ് വരുന്ന അതിനോടുള്ള എനിക്ക് താല്പര്യം. അത് ഈ ഇച്ചിരിക്കാൻ പോകുന്ന മറ്റേ കൊറോണ ടൈമിൽ വന്ന് ഇച്ചിരിക്കാൻ പോകുന്ന പിള്ളേർക്കെല്ലാം ഫോൺ കൈ കിട്ടി. കൊറോണ ടൈമില് വീട്ടുകാര് പണ്ട് വരെ പിടിച്ചു വെച്ചിരുന്ന ഫോണാ. സ്കൂളിലൊക്കെ ഫോൺ കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയുള്ള ഇവരുടെ കയ്യിൽ ഫോൺ കിട്ടിയത് ഇവരത് മുതലാക്കി. പിന്നെ ഇപ്പോഴും ഓരോരുത്തന്മാരെ ടീച്ചർമാരുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ എല്ലാം ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതാ അവരറിയാതെ ഫോൺ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. നല്ലത് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ എന്തിനെയൊക്കെ തമ്മിൽ തല്ലി നടപടി കിടന്നു കാര്യമില്ല. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പിള്ളേരുടെ അടി കൂടുതൽ അത് ഭയങ്കര മാസമായിട്ട് എന്നാ വെച്ചാൽ ഇപ്പൊ പയ്യന്മാരെ മാത്രം ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ ഒരു കുറ്റം പറയാം, അവന്മാരും ഓക്കെ. എന്നാ ഇതേ പ്രായത്തിൽ ഇതിനപ്പുറത്തോട്ടുള്ള കുറെ പിള്ളേരും അല്ലെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂത്തൊരു അല്ലെങ്കിൽ പ്രായമുള്ളവരും ആയിക്കോട്ടെ, ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു വൈറലൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു എന്താ പറയാ ഒരു എക്സ്പോസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, ഒരു എക്സ്പോസിങ് വീഡിയോ. അതായത് ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എല്ലാവർക്കും ആയി. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലല്ലടാ നമുക്കറിയാവുന്ന ഒരു ഫേമസ് 400K പ്ലസ് ആയിട്ടുള്ള 400K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള എല്ലാവരുടെയും ഒരു സബ്സ്ക്രിപ്ഷൻ വന്നു തുടങ്ങി. അതും എക്സ്പോസ്ഡ് ആണ്. അത് അവരുടെ ഇഷ്ടമാണ്, ഇല്ലെന്നല്ല, അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുക ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ എന്ത് തെണ്ണെന്ന് ചോദിച്ചാൽ നമുക്ക് തെണ്ണൊന്നുമില്ല. പക്ഷെ അത് അത്രേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി, നിങ്ങൾ ഞാൻ നോക്കുന്നേ. പക്ഷെ അതല്ല, പക്ഷെ ഇത് ടെൻഡൻസി ചെയ്തിട്ട്, അതായത് ഇത് ഇൻസ്പയർഡ് ആയിട്ട് പോകുന്ന പിള്ളേരുണ്ട്. കൂടുതൽ ആളുകൾ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ അതല്ലടാ. ഇപ്പൊ റീച്ച് ഇതാണ് മെയിൻ. ഇല്ല എന്തെങ്കിലും ഒരു എക്സ്പോസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നീ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു കൊച്ച്, അതായത് ക്ലാസിക്കോ ഫാസ്റ്റ് നമ്പറോ എന്തോ ആയിക്കോട്ടെ, ഈ കൊച്ച് ചിലപ്പോ നല്ലൊരു ഡ്രസ് ഇട്ടായിരിക്കും കളിക്കുന്നത്. എങ്ങനെയും കൈയൊന്ന് പൊങ്ങിയിരിച്ച് വയറ് കണ്ടാൽ മതി. അതെ, ചെറുതായിട്ട് ലേശം ഒരു വയറ് കണ്ടു കഴിഞ്ഞാൽ ഈ കൊച്ച് തലകുത്തി ഇന്ന് ഡാൻസ് കളിച്ച് വീഡിയോ ഒക്കെ ആയിട്ട് റീച്ചും കമന്റും ആയിരിക്കും. ആ ഒരു ഇച്ചിരി വയറ് കണ്ട ഒരു ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. അതെ മോളെ ഫേസ്ബുക്കിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നവര് മോളെ ചുറ്റ് ദേഹം മൊത്തം ചുറ്റ് ഡാൻസ് കളിക്കണം. അത് മൈൻഡൊക്കെ നമുക്കറിയാം. മറ്റേ നീ പറഞ്ഞ അതാ അലൻ ജോസ് പേരല്ല, മറ്റേ ആറാട്ടിന്റെ പറഞ്ഞില്ലേ, മറ്റേ സൂര്യൻ അസ്തമിക്കോ പുള്ളിക്കാരന്റെ കഴപ്പ്. അതന്നെ ഇല്ല, കുറെ കഴിയുമ്പോ പുള്ളിക്കാരൻ രാവിലെ വരെ ഉപദേശിക്കും, മോളെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. രാത്രി ആകുമ്പോഴത്തേക്കും നമ്മളെ കാണാത്തല്ലോ നല്ലടാ. അപ്പം ആ സോഷ്യൽ മീഡിയ അങ്ങനെ രീതിയിൽ ഇപ്പൊ മിസ്യൂസ് ആയി പോകുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ. അല്ല ഞാൻ പറയാം എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് അതെന്തറിയാവോ, അത് ഇവരുടെ മൈൻഡിലോട്ട് ചെല്ലുന്നേ. അതായത് ഒരു റീച്ച് കിട്ടാത്തൊരവസ്ഥ വരുമ്പോ പലരും അങ്ങനെ കണ്ടോ, അതായത് ഇവർ നമ്മൾ തന്നെ കാണുന്നതാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണോ, ചെറിയൊരു വയറ് കാണുമ്പോ അവർ ചെയ്തുന്ന ഒരു 10 വീഡിയോ തരുമ്പോ 100 പേരെ കാണുന്നത്. പക്ഷെ ഈ വീഡിയോ ലക്ഷങ്ങളാ വ്യൂ, നെഗറ്റീവ് കമന്റ് ഉണ്ടായിരിക്കും, ലക്ഷങ്ങൾ വ്യൂ അവരുടെ അക്കൗണ്ട് റീച്ച് വരുന്നത്, ഷെയർ ആവുന്ന. അപ്പൊ അത് കാണുമ്പോ അപ്പൊ ഇതാണ് അതിന്റെ ഗുഡ്നെസ് എന്ന് പറഞ്ഞിട്ട് അവര് അതിനകത്തോട്ട് കയറി വരുന്നുണ്ട്. വേറെ ഒരുപാടുണ്ട്. കാരണം ഇപ്പം കപ്പിൾസ് തന്നെ അഡൾട്ട് കണ്ടന്റ് അവരതങ്ങ് ഷെയർ ചെയ്യുമോ അവരുടെ ആ രീതിക്ക് തന്നെ. അതെ, ഞാനത് കാരണം അവരുടെ ഫാമിലി എല്ലാം കാണുന്നതാണിത്. അവർ പറയുന്നത് എല്ലാം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇടാൻ പേടിയാ, അല്ലെങ്കിൽ എന്തോ മെൻഷൻ ചെയ്ത സ്റ്റോറി ഇട്ടാൽ പോലും അല്ല അത് തന്നെ അവരുടെ ബന്ധുക്കളാണോ ഇതാണോ പേടി. ഇതിപ്പോ അവർക്ക് സ്വന്തമായിട്ടൊരു ചാനല് ഇൻസ്റ്റാഗ്രാം, പ്രശ്നമില്ലാതായി. എന്താ
കാന്തരയുടെ കലിപ്പൻ ആ സെറ്റപ്പ് പോലെ കോപ്പിക്കോ ഗേൾ കോപ്പിക്കോ ബോയ് ഇങ്ങനെ ബ്ലൂ മൂൺ മറ്റേ ഒരു സ്ക്രിപ്റ്റിനെക്കാട്ടിലും റീച്ച് നീലചന്ദ്രനും പച്ചചന്ദ്രനും ആ സെറ്റപ്പ് ഒരു നോർമൽ കണ്ടന്റ് ഇടുന്ന റീച്ച് ഇപ്പം ഒരു അഡൽട്ട് കണ്ടന്റ് അതിന് കിട്ടുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ കപ്പിൾസ് ആവാം. എല്ലാവരും ഇവരുടെ പേഴ്സണൽ ടൈം ഒക്കെ എന്തിനാ ഷെയർ ചെയ്ത് ഞാൻ ഇവരുടെ പേഴ്സണൽ ടൈം ഒക്കെ ഇവർ മിറർ സെൽഫി വീഡിയോ കണ്ടിട്ടില്ല, പേഴ്സണൽ അവരുടെ ലിപ് ലോക്ക് കാര്യം എന്തിനാ അതൊക്കെ ഷെയർ ചെയ്യണേ? അതാ നിനക്കൊക്കെ നമുക്കൊന്നുമില്ല, ഒന്നുമില്ല. നമുക്കിത് നമ്മളിത് കാണുന്ന നിങ്ങൾ പറയുന്നു. അതെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളിത് ഇതും സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യം തന്നെയാണല്ലോ. അത് അവര് പറയാ അതെ സോഷ്യൽ മീഡിയ അവർക്ക് ഇഷ്ടം, അവർക്ക് ഇൻകം കിട്ടുന്നു, ഓക്കെ, നല്ല കാര്യം. എന്തൊക്കെ തർക്കിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല, അല്ലാത്തതിന് കിട്ടുന്ന അങ്ങനല്ല. അല്ലാത്ത കഴിവുള്ള ഒരുത്തൻ കയറി പറഞ്ഞ സമയം എടുക്കും. അതെ നല്ല സമയം എടുക്കും. പക്ഷെ കഴിവുത്തരം കാണിക്കുന്നവൻ സഡൻ ആയിട്ട് കയറുകയും ചെയ്യും. ഇച്ചിരി ഒന്നും സമയം എനിക്ക് തോന്നുന്നില്ല, നല്ല പോലെ അവൻ പണി എടുത്തിട്ട് അതിനകത്തൊന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാ. ഇച്ചിരി നാളൊന്നും അല്ല അതിനകത്ത് കഷ്ടപ്പെടാൻ. നല്ല വൃത്തിക്ക് വരയ്ക്കാനും പാടാനും ഒക്കെ കഴിവുള്ള ഒരുപാട് പിള്ളേരുണ്ട്. ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാം ഉണ്ട്. ഡാൻസ് കളിക്കുന്ന പിള്ളേരുണ്ട്. കൂടിപ്പോയാ ചിലപ്പോ അവർ 1-2 വീഡിയോ ചിലപ്പം കയറിപ്പോയി, ബാക്കി പിന്നെയും കിടക്കൂടെ. പക്ഷെ ഇങ്ങനത്തെ ഓരോ നെറ്റ് നോക്കും, എല്ലാത്തിനും നല്ല റേറ്റ്. ഞങ്ങള് വലിയ അമ്മാവന്മാരോ അല്ലെങ്കിൽ നല്ല പിള്ളേരും ചെമഞ്ഞൊന്നും അല്ല, കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതെ നമ്മള് വലിയ അല്ല സദാചാരം അത് സെറ്റപ്പൊന്നും അല്ല. നമ്മളിത് നമ്മുടെ ഇൻസ്റ്റാ ഫീഡ് നമുക്ക് ഇങ്ങനെ വരാറുണ്ട്, നമ്മളും കാണുന്നുണ്ട്. നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ ആരും യൂസ് ചെയ്തിരുന്നല്ല. ഇപ്പം സത്യം പറയാ, ഇപ്പം ഒരു പബ്ലിക് പ്ലേസ് ചെയ്ത് നമുക്കൊരു ഇൻസ്റ്റാ ഫീഡ് ഓപ്പൺ ചെയ്യാൻ ടെൻഷൻ ഉണ്ട്. സജസ്റ്റ് ചെയ്ത് വരും, ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. അതില് അല്ല നെഗറ്റീവും കാര്യങ്ങളും. ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തപ്പോ അല്ലെ സോഷ്യൽ മീഡിയയെ കുറിച്ച് ടോപ്പിക് എടുത്തപ്പോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയോണ്ട് നമ്മൾ നിങ്ങളെ മുമ്പിലോട്ട് വെച്ചതാ. ഇപ്പൊ അതില് രണ്ട് സൈഡും പറയണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം. ഇപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെ അബ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ കാണാം. അത് നമ്മളാരും അതിനുള്ള വിവരിക്കാരും അല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതെ അതെ നമ്മളിത് ഇത് പറഞ്ഞ കമ്പാരിസൺ എന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് റീച്ച് ഇല്ല, ഞങ്ങൾക്ക് റീച്ച് ഇല്ലാത്തോണ്ടാ നിങ്ങൾ ഇത് പറയുന്നത് കരുതരുത്. നമുക്ക് പതുക്കാൻ മതി, ഞങ്ങൾക്ക് റീച്ച് ഇല്ല, ഞങ്ങൾക്കില്ല, അത് വേറെ കാര്യം. എന്നാലും വിഷമില്ലാത്തോണ്ട് ക്ഷമ വേണം, എന്നാലും എനിക്ക് പെണ്ണില്ല. അല്ല അതൊന്നുമല്ല, നമുക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ അനിയത്തിമാരുണ്ട്, അവർക്കെല്ലാം ഇതിൽ പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോ ഇതിപ്പോ നമുക്ക് വൈൻഡ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ കുറെ നേരമായി. നമ്മളല്ലേലും നമ്മളൊക്കെ പരാതി എനിക്ക് തോന്നുന്നു കമന്റിലും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി നമ്മൾ അറിയുന്നവരൊക്കെ കൂടുതലും പറയാം നിങ്ങളുടെ വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണമെന്ന് എനിക്ക് കൂടുതൽ നമുക്ക് കമന്റ് വന്നത്. അപ്പൊ ഞങ്ങളും ആലോചിച്ച് ശരിയാ, ഇത്ര അരമണിക്കൂറൊക്കെ നിങ്ങൾ ഞങ്ങളെ സംസാരം കേട്ടിട്ട് ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ തുടക്കക്കാരാണ്. നമ്മുടെ ഒരു വീഡിയോ നിങ്ങളിപ്പോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഇരുന്ന് കാണുന്ന പ്രതീക്ഷ നമുക്കും ഇല്ല. കാരണം ആ സമയത്ത് ഇപ്പൊ ഒരു 20 മിനിറ്റിനകത്താവും ചിലപ്പം അത്ര സമയം എല്ലാവരും ചിലപ്പോൾ മുടക്കാൻ അവർ തയ്യാറായിരിക്കും. അതെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോ പരമാവധി നമ്മൾ ടോപ്പിക്ക് കുറയ്ക്കത്തില്ല. അതായത് കറക്റ്റ് ടോപ്പിക്കുകൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് അത് കുറച്ച് ടൈമിൽ നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ തമാശകളുണ്ട്. സീരിയസ് ടോപ്പിക്കിലൊന്നും തമാശ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും നമുക്കതായത് നമ്മുടെ തമാശകൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് തമാശ ഫണ്ടെല്ലാം കാണും. അപ്പൊ അതുമായിട്ട് കൊണ്ടുവരും. നമ്മൾ പറയില്ല ഇപ്പൊ നമ്മുടെ ആ ടൈമിങ്ങിന്റെ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നില്ല, പക്ഷെ അടുത്തായിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ഒരു റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. അതെ, നമ്മൾ നിങ്ങളുടെ ഇടയിലോട്ട് വരുന്നുണ്ട്. മനുഷ്യർക്കിടയിലോട്ട് അതെ, മനുഷ്യർക്കല്ല നിങ്ങളുടെ ഇടയിലോട്ട് നമ്മൾ അതാ മനുഷ്യല്ലേ നമ്മള് നിങ്ങളുടെ ഇടയിലേക്ക്. അതാ ഞങ്ങള് റൂമിനകത്തിരുന്ന് റോഡിലോട്ട് ഇറങ്ങുവാണ്. ഞങ്ങള് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളെ കുറിച്ച്? നമ്മൾ തീർത്തുക. അപ്പൊ നമുക്ക് അറിയാവുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇപ്പൊ ഇതിനകത്ത് പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. അല്ല, സോഷ്യൽ മീഡിയയെ പറ്റി പറയാനാണെങ്കിൽ ഈ 1 മണിക്കൂറിലോ അല്ലെങ്കിൽ 20 മിനിറ്റോ നിൽക്കത്തില്ല. കാരണം ഡെയിലി പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ലതും വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാടുണ്ട്. അന്നേരം നമുക്ക് പറയാനുള്ളത് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു മീഡിയ തന്നെയാണിത്. അല്ലാതെ ഒരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആവരുത് ഒരു നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത്. നിലനിൽക്കത്തില്ല, അതൊന്നും വലിച്ചു പോകത്തേ ഉള്ളല്ല. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ പിടിക്കാം. റെഡി, അതിന്റെ പറ. ഓക്കെ, എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനിയും വരും.
ഉടനെ വരും.